ഈ ചില ആൾക്കാർ പറയും, ചുമ്മാ പറയാന്നതാ, പാസ്റ്ററെ ഞങ്ങൾക്ക് പൈസ വിഷയമല്ല, കുടുംബശ്രേഷ്ഠത വിഷയമല്ല, വിദ്യാഭ്യാസം ഇതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങൾക്ക് ദൈവകൃപയുള്ളൊരു പെങ്കൊച്ചിനെയാ. ചുമ്മാ പറയാന്നതാ. പെന്തിക്കോസുകാർ പറയുന്നുണ്ടെങ്കിൽ വെറുതെ പറയാന്നതാ, വെറുതെ ചുമ്മാ ബെഡായി വെറുതെ പറയാന്നത്. നമ്മൾ ഉടനെ പറയുക, ഇന്നടുത്ത് ഒരു പെൺകുട്ടിയുണ്ട്, നല്ല ദൈവകൃപയാ, വെളിപ്പാടും ദർശനവും അഭിഷേകവും നല്ല ആത്മനിറവും ഒക്കെ ഉള്ളതാ, സഭയിലും സാക്ഷ്യമുള്ളതാ, വീട്ടിലും സാക്ഷ്യമാ, നാട്ടിലും സാക്ഷ്യമാ, നല്ല പെൺകുട്ടിയാ, നല്ല അഭിഷേകമാ, വളരെ സൂക്ഷിച്ചും കണ്ടുപോയി സംസാരിക്കും, നല്ല പക്വതയും ശാന്തതയും തന്മയത്വവും വിധേയത്വവും വിവേകവും വകതിരിവും ഒക്കെ ഉള്ള നല്ല പെൺകുട്ടിയാ, നല്ല അഭിഷേകമാ. നമുക്കൊന്ന് ആലോചിക്കാം. നമ്മൾ ഈ ആലോചനയായിട്ട് നീ ഒന്ന് എങ്ങനെയുണ്ടാ? കുഴപ്പമില്ല, ഞങ്ങളെ പെൺകുട്ടി ഇപ്പം ഞാൻ സഭയിലൊക്കെ സാക്ഷ്യമുള്ളതാ, പാസ്റ്റർ നല്ല സാക്ഷ്യം പറഞ്ഞു, പാസ്റ്ററുടെ അമ്മാമ്മയും നല്ല സാക്ഷ്യം പറഞ്ഞു, അയലത്തുകാർ നല്ല സാക്ഷ്യം, അത് പഠിച്ച സ്കൂളിലും കോളേജിലും പഠിച്ച നല്ല സാക്ഷ്യമാണ്, നല്ല അഭിഷേകമുള്ള. നമുക്ക് പക്ഷേ കുഴപ്പമില്ല, എന്നാലും നമുക്ക് ഈ വന്ന കാലത്ത് മറ്റു ചില വിഷയങ്ങളും കൂടെ ഒക്കെ ഉണ്ടല്ലോ. അത് ജനിച്ചപ്പം മുതൽ നാജൊപ്പിച്ച് വെച്ചിരിക്കുക. അപ്പം ബന്ധുക്കാരൻ പറഞ്ഞു, എന്നാലും ഒന്ന് വിളിക്ക്, കേൾക്കാമല്ലോ. ഉടനെ രണ്ടുപേരെ അങ്ങോട്ട് വിട്ടേച്ച് പറഞ്ഞു, എടേ നിന്നെ പ്രവചിക്കാൻ വിളിക്കുന്ന പാലസിലോട്ട്, വലിയ ശുശ്രൂഷയാണ്, നന്നായിട്ട് ശുശ്രൂഷിച്ചോണമെന്ന് പറഞ്ഞു. ഇതുപോലൊരു അവസരം ഇനിയും വീണ് കിട്ടുകയില്ല. പാലസിലെ ശുശ്രൂഷ അല്ലാതെ അവിടെ ലക്ഷം വീട് കോളനിയുടെ അവിടെ ഒന്നുമല്ല. ഈ പ്രശ്നം ബാബുചാൻ പറഞ്ഞതിനോട് ഞാൻ ചേർത്തങ്ങോട്ട് വരിക. ഈ നിങ്ങൾ യാക്കോബിന്റെ ലേഖനം ഒന്നെടുത്തേ, ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാ. ഈ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3 വായിച്ചേ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ്. അവിടെ വിശ്വാസത്തിന്റെ പരിശോധന, അതിന് തൊട്ട് മുകളിൽ വിവിധ പരീക്ഷകൾ, അങ്ങനെ ഒരു പദമുണ്ട്. എന്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, മുകളിലത്തെ 2 വാക്യത്തിലും പരീക്ഷയും പരിശോധനയും ഇത് കണക്റ്റഡാ. പരീക്ഷയും പരിശോധനയും ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകും. ഈ പരീക്ഷകളും പരിശോധന, നമുക്ക് ആ പരിശോധന എടുത്തേ. പരിശോധന, ഈ പരിശോധന എന്തിനാ? നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ പരിശോധനയ്ക്കകത്തൂടെ വിടുന്നത് ക്ലിയറായി വരാനാ, അല്ലേ? ക്ലിയർ ആകാൻ, ശോധന ചെയ്യുന്നത് ക്ലിയർ ആകാൻ. മണ്ണീന്ന് സ്വർണം എടുത്ത് അതുപോലെ വിൽക്കുകയാണോ? അല്ല, അതിനകത്ത് കീടവും അഴുക്കും പലതൊക്കെ വേർതിരിക്കേണ്ടതുണ്ട്. അത് തീക്കകത്തിട്ട് അതിന് ചുമതലപ്പെട്ടവര് നന്നായിട്ട് ശോധന ചെയ്യും. അന്നേരം അത് നല്ല പൊന്നായി. അപ്പോൾ ഈ ശോധനകൾ വരുമ്പം സംശയിക്കരുത്. ദൈവം കൈവിട്ടതാണോ, അതോ വ്യായിട്ട് മുഴക്കിയാണോ, അതോ ഇതോടെല്ലാം മുടിയാൻ പോവുകയാണോ, ഇനിയിപ്പം കര കയറുമെന്ന് തോന്നുന്നില്ല, പ്രവർത്തനമെല്ലാം നിന്ന് ഇനിയിപ്പം വയ്യ, മിക്കവാറും സഭ പൂട്ടിക്കെട്ടുമെന്നാ തോന്നുന്നേ. അങ്ങ് സംശയം ഉണ്ടാകും, ചിലർക്ക് അങ്ങനെ ഉണ്ടാകും. വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോൾ ചിലർക്ക്, മനുഷ്യനല്ലേ, സംശയം ഉണ്ടാകും. നിങ്ങളുടെ മുഖം കണ്ടിട്ട് തെളിവ് തരാം, എടുത്ത് വായിപ്പിക്കണ്ട, വായിച്ചാൽ നന്നായിട്ട് വചനം
കൈകാര്യം ചെയ്യുന്ന ആളാ. യോഹന്നാൻ സ്നാപകൻ യേശു ക്രിസ്തുവിന് മുന്നോടിയായിട്ട് വന്നയാളാ, അല്ലയോ? അതെ, വഴിയൊരുക്കാൻ വന്നതാ. ഒരു പാട്ടുണ്ടായിരുന്നത്, എനിക്കൊന്ന് സിനിമാ പാട്ടായിരിക്കും, പണ്ട് സിനിമ കണ്ട കാലത്ത് കേട്ടിട്ടുള്ളതാ. ട്യൂണൊന്നും അറിയാൻ പറ്റില്ല, സിനിമാ പാട്ടാ, പക്ഷെ വരി നല്ലതാ. ദൈവപുത്രന് വീതി ഒരുക്കാൻ സ്നാപക യോഹന്നാൻ വന്നു. അതിനകത്ത് അങ്ങനെ വലിയ അസഭ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ഇരിപ്പ് കേട്ടോ, കണ്ടവാനും അങ്ങ് ആത്മീയം കയറി. വരി നല്ലതാ. എന്തായാലും യേശുക്രിസ്തുവിന് വഴിയൊരുക്കാൻ മലാക്കി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞല്ലോ. മത്തായി സുവിശേഷം പഠിക്കുമ്പോൾ യോഹന്നാൻ മുന്നോടിയായിട്ട് വന്നു. തീർത്ത് കാര്യം പറഞ്ഞവനാ യോഹന്നാൻ, ഒരു സംശയവുമില്ലാതെ. യേശു കടന്നു പോയപ്പോൾ പറഞ്ഞത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന തീർത്ത കാര്യം, സംശയമൊന്നുമില്ലായിരുന്നു. പിറ്റേന്നാൾ പോകുമ്പോഴും പറഞ്ഞ് തന്റെ സാക്ഷാൽ ദൈവത്തിന്റെ ഉറപ്പിച്ച് പറയുക. എന്ന് പറഞ്ഞ് ഞാന് എന്റെ പിന്നാലെ ഒരുത്തം വരുന്നുണ്ടെന്ന് വീശുപുറം ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. ഇതെല്ലാം പുള്ളി തീർത്താ പറഞ്ഞത്. തീർത്ത് പറഞ്ഞ് കുറെ നാളുകൾ കഴിഞ്ഞപ്പം പ്രശ്നവും പ്രതികൂലവും പോരാട്ടങ്ങളുമായി ഒരു തള്ളയും മോളും കൂടെ ഡാൻസ് ഒപ്പിച്ച്, അല്ലേ? പങ്കച്ചു തുള്ളി കുച്ചിപ്പിടി എല്ലാം കളിച്ച് വന്ന് രാജാവ് കുടിച്ചും മതിച്ചും മതോന്മത്തനായി പങ്കച്ചനോട് പറഞ്ഞു, എന്നാ ചോദിച്ചാലും തന്നോട് പറഞ്ഞ് വെയിറ്റ് ചെയ്യും, മമ്മിയോട് ചോദിച്ചു വരട്ടെ. സംഭവമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പം ഹെരോദാവിന്റെ വിഷയമെല്ലാം ചൂണ്ടി പറഞ്ഞു. യോഹന്നാൻ തീർത്തായി കാര്യം പറയുന്നത്. വിളിക്കുന്നതിനൊന്നും മഴമല്ല, സർപ്പസന്തതി എന്നാ. പാമ്പിനെ പോലെ ഉണ്ടെന്നല്ല, സർപ്പസന്തതി. നിങ്ങളെ ആരാ ഇങ്ങനെ ഉപദേശിച്ചെന്നൊക്കെ ചോദിച്ചു. പുള്ളി തീർത്ത കാര്യം പറഞ്ഞു. യേശുക്രിസ്തുവിനെ പറ്റി തീർത്ത് കാര്യം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് പുള്ളി കാരാഗ്രഹത്തിൽ കിടക്കുമ്പം ചെറിയ സംശയം ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞ് ഉള്ളോട് എന്ന് ചോദിക്കണം, വരുവാനുള്ളവൻ നീ തന്നെയാണോ എന്ന് ചോദിച്ചു വരാം. അതിനാ നേരത്തെ തീർത്ത് പറഞ്ഞതല്ലേ. എന്റെ പിന്നാലെ ഒരുത്തം വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറടിപ്പാൻ പോലും. ഇതെല്ലാം പറഞ്ഞ ആളാ. പക്ഷെ ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് വന്ന് അന്തരീക്ഷം എല്ലാം ആകെ മാറി വന്ന് തന്നെ പിടിച്ച് ജയിലിൽ വിട്ട് ആകെ അമ്പരപ്പൂ അന്താളിപ്പൂ എല്ലാം വന്നപ്പോൾ പുള്ളിക്കൊരു ചെറിയ അങ്ങനെയൊക്കെ ഉണ്ടാകാം. വരുവാനുള്ളവൻ ചോദിച്ചു വരാം. യേശു നല്ല മറുപടി കൊടുത്തു. അത് വേറൊരു വിഷയം. നമ്മുടെ ജീവിതത്തിലും ചില പ്രതിസന്ധികൾ വരുമ്പോൾ ഇങ്ങനെ സംശയം ഉണ്ടാകാം, അല്ലേ? ഇത് പിശാചടിച്ചതാണോ, ദൈവം അടിച്ചതാണോ, ഇതാരെല്ലാം കൂടോത്രം ചെയ്തതാണോ, അതോ ഇനിയും സംശയം വരികയാണ്. പക്ഷെ ഈ വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങി അന്ന് മുതലായി പ്രശ്നങ്ങൾ. എന്നെ അതിന് പിശാചിന്റെ പോരാട്ടമുള്ള വീടാണോ, അതിന് വലിയൊരു തൂങ്ങിച്ചത്തതാണോ, രാത്രി തട്ടുമുട്ടുമല്ല, ഇതിനൊക്കെ ഓരോ സംശയങ്ങളുണ്ടാകും. സ്തോത്രം. അതുകൊണ്ട് യാക്കോബ് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ഈ 1-ാം അധ്യായത്തിന്റെ 1, 2, 3, 4 വാക്യത്തിൽ പരീക്ഷകളും പരിശോധന, വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറഞ്ഞിട്ട് 5-ാമത്തെ വാക്യത്തിൽ ഉടനെ പറഞ്ഞൊരു പദമുണ്ട്. എന്താ? നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ. അപ്പം 1, 2 വാക്യങ്ങളിലെല്ലാം പരീക്ഷയും പരിശോധന, വിശ്വാസത്തിന്റെ പരിശോധനയെല്ലാം പറഞ്ഞിട്ട് തൊട്ട് താഴത്തെ വാക്യത്തിൽ
ജ്ഞാനത്തെ പറ്റിയാ പറയുന്നത്. നിങ്ങൾ ഒരുത്തരം ജ്ഞാനം കുറവാകുന്നെങ്കിൽ. അപ്പം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് നമുക്ക് തോന്നും. മേളിൽ പരിശോധനയും പരീക്ഷയും പറഞ്ഞിട്ട് ഉടനെ പറയാം ജ്ഞാനം, പരീക്ഷയും പരിശോധനയും, അടുത്ത പറഞ്ഞ ജ്ഞാനം. ഇതന്നെ ഇത് തമ്മിൽ യാതൊരു ബന്ധവും. വേദ ചിന്തകന്മാരും ഒക്കെ പറയുന്നത് ഇത് ബന്ധപ്പെട്ട് കിടക്കുക. കാരണം വിശ്വാസത്തിന്റെ പരിശോധന ജീവിതത്തിൽ വരുമ്പോൾ അവിടെ ജ്ഞാനം ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ പരിശോധന ജീവിതത്തിൽ വരുമ്പം ജ്ഞാനത്തോടെ വേണം അതിനെ കൈകാര്യം ചെയ്യാൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസത്തിന്റെ പരിശോധന ജീവിതത്തിൽ വരുമ്പോൾ അതാ ജ്ഞാനം കുറവാകുന്നെങ്കിൽ പലസിക്കരുത്, ജ്ഞാനത്തോടെ വേണം. ഇപ്പൊ ഒരു പ്രശ്നമുണ്ടായി, ജ്ഞാനത്തോടെ സംസാരിക്കണം, വേണ്ടേ? ഭയങ്കര ജ്ഞാനിയായിരുന്നു, പക്ഷെ പുള്ളിക്ക് പരിജ്ഞാനമില്ലാതായി പോയെന്ന എന്റെ വാദം. ജ്ഞാനമായിരുന്നു ശലോമോൻ, മുഴുവൻ കേസും അറിയാം. ഒരു പരുവക്കേടായപ്പോ പുള്ളി പറഞ്ഞു, മനുഷ്യനും ചാകുന്നു, മൃഗങ്ങളും ചാകുന്നു, ആത്മാവ് എങ്ങോട്ട് പോകുന്നു ആർക്കറിയാന്ന്. കണ്ടോ? എങ്ങോട്ട്? ഇപ്പൊ പുള്ളിക്ക് ആകെ വെളിവില്ലാതിരിക്കുക. എങ്ങോട്ടാ പോകുന്നത്? മേലോട്ടാണോ താഴോട്ടാണോ? അപ്പൊ ഇങ്ങനെയുള്ള രംഗങ്ങൾ വരുമ്പോൾ ദൈവമക്കൾ പരിജ്ഞാനത്തോടെ സംസാരിക്കണം, പരിജ്ഞാനത്തോടെ ജ്ഞാനത്തോടെ ഇടപെടണം ആ വിഷയത്തിൽ. ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായി, അത് ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യണം. അതാ പ്രാർത്ഥിക്കണം. ഉടനെ നമ്മൾ ബഹളം ഉണ്ടാക്കി കയറി മറുപടി പറഞ്ഞ് പറയേണ്ടതും പറയരുതാത്തതല്ല വിളിച്ചു പറഞ്ഞു, മെച്ചത്തിന് മെച്ചം പറഞ്ഞ് 2 ഡാഷും പറഞ്ഞ് പിന്നെ അവസാനം 2 ദിവസം യോഗത്തിനും വരികയല്ല. 3-ാം പക്കം വന്നാലും ഈ വസന്ത വന്ന കോഴി ഇരിക്കും പോലെ. നിങ്ങൾ കണ്ടിട്ടില്ലേ? വസന്ത വന്ന കോഴിയെ കണ്ടിട്ടില്ല. കാരണം വിഷയം വന്നപ്പോൾ ജ്ഞാനത്തോട് ഇടപെട്ടില്ല. പറയേണ്ടതും പറയരുതാത്തതെല്ലാം കയറി പറഞ്ഞു, ചെയ്യേണ്ടതും ചെയ്യാൻ പറ്റാത്തതെല്ലാം കയറി ചെയ്തു, ഒപ്പിക്കാവുന്നതിന്റെ പരമാവധി ഒപ്പിച്ചു. പിന്നെ യോഗത്തിന് വരികയല്ല, വന്നാൽ തന്നെ കയ്യടിയില്ല, പാട്ടില്ല, പ്രാർത്ഥനയില്ല. എന്റെ കുഴപ്പടി തന്നെ ജ്ഞാനത്തോട് ഇടപെട്ടില്ല. എല്ലാവർക്കുമുള്ള പാഠമാണ്. അപ്പൊ ഇങ്ങനെ ശോധനകളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ ദൈവമക്കൾ അതിനെ ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യണം. സംസാരിക്കുമ്പോൾ ജ്ഞാനത്തോടെ സംസാരിക്കണം, ഇടപെടുമ്പോൾ വളരെ ജ്ഞാനത്തോടെ ഇടപെടണം. ആ വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും വളരെ ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യണം. അതിനാ യാക്കോബ് പറഞ്ഞത്, പരിശോധനകൾ വരുമ്പോൾ 5-ാം വാക്യത്തിൽ പറയാ, ജ്ഞാനം കുറവാകുന്നെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ജ്ഞാനത്തോടെ ആ വിഷയം കൈകാര്യം ചെയ്യണം. ആട്ടെ, വിവരിക്കുന്നില്ല. അപ്പോൾ ഈ കാറ്റ് ദൈവത്തിൻ്റെയാ, നിന്റെ കാറ്റ്. ഇനി കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് വരുന്നു. 135-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം നാം ചിന്തിച്ചല്ലോ. 135-7. ഭണ്ഡാരങ്ങളിൽ നിന്ന് കാറ്റ് പുറപ്പെടുവന്നു. ഓടിച്ചവസാനിപ്പിക്കുക. ഇനി അടുത്തത് കാറ്റിന്റെ സ്വഭാവം, അത് ചുറ്റി പരിവർത്തനം ചെയ്യുന്നതാണ് കാറ്റ്. സഭാപ്രസംഗി 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിച്ചതാ. അത് ചുറ്റി കാറ്റ് തെക്കോട്ട് എന്ന് വടക്കോട്ട് ചുറ്റി വരുന്നു. അങ്ങനെ കാറ്റ് ചുറ്റി തിരിഞ്ഞുകൊണ്ട് പരിവർത്തനം. അത് ആ കാറ്റ് ചുറ്റി തിരിഞ്ഞുകൊണ്ട് പരിവർത്തനം ചെയ്യുന്നു. 11-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലുണ്ട്, ഗതി എങ്ങോട്ടാന്ന് ആർക്കും അറിയത്തില്ല. കാറ്റിന്റെ ഗതി എങ്ങോട്ടാണ്? യോഹന്നാൻ 3:8 വായിക്കുന്നത് ഇഷ്ടമുള്ളിടത്തേക്കത് അവൻ ഊതുന്ന. അപ്പൊ ഇതിന്റെ ഗതി എങ്ങോട്ടാണെന്ന് നമുക്കാർക്കും അറിയത്തില്ല. ദൈവം ഓരോ പദ്ധതി ഇട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ കാറ്റ് ദൈവം ആ ഭാഗത്തേക്ക് അടുപ്പിക്കും.
അടിക്കുമ്പോൾ അതെല്ലാം ക്രമീകരിച്ച് ദൈവം കൊണ്ടുവന്ന് ശരിപ്പെടുത്തും. ഇനി ഈ കാറ്റിനെ സൃഷ്ടിച്ചത് ദൈവമാണെന്ന് ആമോസിന്റെ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നില്ല, നമ്മൾ വായിച്ചതാണ്. സ്തോത്രം. എല്ലാത്തിലുപരി കാറ്റിന്റെ മേൽ അധികാരമുള്ളവർ യേശു ക്രിസ്തുവാണ്. മത്തായി സുവിശേഷത്തിൽ നിന്ന്, മർക്കോസിൽ നിന്ന്, ലൂക്കോസിൽ നിന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചല്ലോ. സകല കാറ്റിന്റെ മേലും അധികാരമുള്ളവൻ നസറയനാകുന്ന യേശു ക്രിസ്തു. കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം അടങ്ങി ശാന്തമായി. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തുവാണ് സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ. അപ്പൊ നമ്മൾ ചിന്തിച്ചത് 4 കാറ്റുകൾ എന്നുള്ള വിഷയമാണല്ലോ ചിന്തിക്കുന്നത്. അതിലോർപ്പിച്ചല്ലോ, ഒന്നാമത്തെ കാറ്റാണ് കിഴക്കൻ കാറ്റ്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ കാറ്റ് കിഴക്കൻ കാറ്റ്. ദൈവത്തിന് മഹത്വം. ഈ കിഴക്കൻ കാറ്റിനെ പറ്റി പഠിക്കുന്നത്, ഇത് മരുഭൂമിയിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റ് എന്ന് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. മരുഭൂമിയിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റ്. ഈ കിഴക്കൻ കാറ്റാണ് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന കാറ്റ്. ആ കാറ്റ് വന്നടിച്ചത്. ഈ കിഴക്കൻ കാറ്റ് എന്ന് പറയാനുള്ളതിന്റെ കാരണം, ഇത് ഈ അറേബ്യൻ മരുഭൂമി കടന്ന് വന്നാണ് കിഴക്കൻ കാറ്റ് പലസ്തീനിൽ എത്തുന്നത്. അറേബ്യൻ മരുഭൂമി കടന്നു വന്നാണ് കിഴക്കൻ കാറ്റ് ഈ പലസ്തീനിൽ എത്തുന്നത്. അതിനാൽ ഇതിനെ മരുഭൂമിയിലെ കാറ്റ് എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. അതാണ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ മരുഭൂമിയിൽ നിന്നൊരു കാറ്റ് വന്നത് കിഴക്കൻ കാറ്റായിരുന്നെന്ന. അറേബ്യൻ മരുഭൂമി കടന്നായി കാറ്റ് വരുന്നത്. അതിന് മരുഭൂമിയിലെ കാറ്റ് എന്ന് പ്രയോഗമുണ്ട്. ഏതാണ്ട് ഫെബ്രുവരി മുതൽ ജൂൺ വരെയാണ് ഈ കാറ്റ് പലസ്തീനിൽ അടിക്കുന്നത്. അത് നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ കിഴക്കൻ കാറ്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും നമ്മൾ അന്ന് ചിന്തിച്ചതാ. ഒന്ന്, ഈ കിഴക്കൻ കാറ്റ് കരിക്കേണ്ടതിനെ എല്ലാം കരിച്ചു കളയും. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, കരിക്കേണ്ടതിനെ കരിക്കുന്നതാണ് കിഴക്കൻ കാറ്റ്. വായിച്ചത് 41-6. അവയുടെ പിന്നാലെ നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന, കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന. 41-ാം അധ്യായത്തിൽ 3 ഭാഗത്ത് കിഴക്കൻ കാറ്റ് കരിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. ഒന്ന് അതിന്റെ 41-ന്റെ 6-ാം വാക്യവും, 2 41-ന്റെ 23-ാമത്തെ വാക്യവും 27-ാമത്തെ വാക്യം. അവിടെ കരിച്ചെന്ന അവയുടെ പിന്നാലെ ഉണങ്ങിയതും നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്നു. 27-ാമത്തെ വാക്യവും അവയുടെ പിന്നാലെ കയറി വന്ന മെലിഞ്ഞും വിരൂപമുള്ള 7 പശുവും കിഴക്കൻ കാറ്റിനെ കരിഞ്ഞു. അപ്പോൾ കിഴക്കൻ കാറ്റിന്റെ ഒരു പ്രകൃതി ഇത് കരിച്ചു കളയുന്നതാ. അത് 2 വശവുമുണ്ട്. ജീവിതത്തിൽ കരിഞ്ഞു പോകേണ്ടതിനെ കരിക്കും, നമുക്ക് വിരോധമായി എതിർത്ത് നിൽക്കുന്നതിന് ഈ കാറ്റ് വന്ന് കരിക്കും. അപ്പോൾ ദൈവത്തിന്റെ കാറ്റ്, ഒന്ന് കിഴക്കൻ കാറ്റ് ഇത് കരിച്ചു കളയും. 2, കിഴക്കൻ കാറ്റിനെ പറ്റി പഠിക്കുന്നത്, ഇത് അത്യുഷ്ണം ഉളവാക്കുന്നതാണ് കിഴക്കൻ കാറ്റ്. എന്ന് പറഞ്ഞാൽ ക്ഷീണം വരും, മരിക്കാൻ തോന്നും, സ്തോത്രം, മരിക്കാനൊക്കെ ഇച്ഛിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാകും കിഴക്കൻ കാറ്റ് അടിച്ചാൽ. അതാ യോന അവിടെ ഇരുന്നപ്പോൾ കിഴക്കൻ കാറ്റിനാൽ, ആ 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചത്. യോനായുടെ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനായുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. അപ്പൊ ഈ ഉഷ്ണക്കാറ്റ്, അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റ് വന്നു. വെയിലും കൂടെ അടിച്ചപ്പോൾ കക്ഷിക്ക് ഒരു ചിന്ത, ക്ഷീണവും തോന്നി, തളർച്ചയെല്ലാം വന്ന് പുള്ളിക്ക് ഒരു ആഗ്രഹം, ഇനി മരിച്ച കൊള്ളാം. ഇങ്ങനെയൊക്കെയുള്ള ചിന്തയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. എന്തിനാ അമ്മാമ്മ ഞാൻ ജീവിക്കുന്ന, അങ്ങ് ചാകുന്നതാ നല്ലത്. സ്തോത്രം. നല്ല ക്ഷീണവും. അപ്പോൾ ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാറ്റുകളെ ദൈവം അടിപ്പിക്കും. എന്തിനാന്ന് ചോദിച്ചാൽ ചില വിടുതലകളും നീക്കുപോക്ക് നൽകാനാണ് ദൈവം ഇതിനെ അടിപ്പിക്കുന്നത്. ഇനി അടുത്തത്, കിഴക്കൻ കാറ്റിന്റെ വേറൊരു പ്രത്യേകത, വെട്ടുക്കിളിയെ കൊണ്ടുവരും.
നമ്മൾ ആ പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ അവൻ വെട്ടുക്കിളിയെ കിഴക്കൻ കാറ്റിനാലാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ തന്റെ ജനത്തിനെ അവൻ ആരാധനയ്ക്ക് വിട്ടുകൊടുക്കാതെ അവൻ തടഞ്ഞു വന്നിരിക്കുന്ന ശത്രുക്കളെ, അവൻ സാത്താന് ശക്തിയെ അവൻ ബാധകളാൽ അവൻ പരീക്ഷിക്കുവാൻ അവൻ അയച്ചതാണ് വെട്ടുക്കിളി. അത് കിഴക്കൻ കാറ്റ് കൊണ്ടുവന്ന 10-13. കിഴക്കൻ കാറ്റ് വെട്ടുക്കിളിയെ കൊണ്ടുവന്നു. അപ്പൊ ഈ കാറ്റ് വെട്ടുക്കിളിയെ കൊണ്ടുവരും. ദൈവത്തിന് മഹത്വം. ഓടിച്ച് മുമ്പോട്ട് പോകട്ടെ. മാത്രമല്ല ഈ കാറ്റിന്റെ വേറൊരു പ്രത്യേകത, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 21 കിഴക്കൻ കാറ്റിനെ പഠിക്കുന്നത് അത് നിലത്തെ ഉണക്കി പിൻവാങ്ങിക്കും, വേർതിരിക്കും. ഈ കാറ്റടിപ്പിച്ചാൽ വേർതിരിയാതെ നിൽക്കുന്ന പല വിഷയത്തെയും ദൈവം വേർതിരിച്ച് കാണിക്കും. അതാണ് കിഴക്കൻ കാറ്റ്. 14-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. ദൈവത്തിന് മകത്ത കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കിഴക്കൻ കാറ്റ് അടിപ്പിച്ച് ദൈവം ചിലതിനെ ഉണക്കും, ചിലതിനെ പിൻവാങ്ങിക്കും, ചിലതിനെ വേർതിരിക്കും. അധികം വിവരിക്കുന്നില്ല, സമയമാകുന്നല്ലോ, ബാക്കി പിന്നീട് ചിന്തിക്കാം. നാം സങ്കീർത്തനം 48 വായിക്കുന്നത് അവൻ കിഴക്കൻ കാറ്റ് അടിപ്പിച്ച് തർശീശ് കപ്പലുകളെ ഉടച്ചു കളഞ്ഞെന്ന. അത് ബിസിനസ് നടത്താനായിട്ട് പോയതാ. യഹോശാഫാത്തും ആഗാവുമായിട്ട് സംബന്ധമുണ്ടാക്കി. സംബന്ധമെല്ലാം കേമമായിരുന്നു. ഇത് കാശ് നോക്കി കല്യാണം നടത്തിയതാ. അല്ലാതെ ദൈവകൃപയൊന്നും ഈ ചില ആൾക്കാർ പറയും, ചുമ്മാ പറയുന്നതാ, പാസ്റ്റർ ഞങ്ങൾക്ക് പൈസ വിഷയമല്ല, കുടുംബശ്രേഷ്ഠത വിഷയമല്ല, വിദ്യാഭ്യാസം ഇതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങൾക്ക് ദൈവകൃപയുള്ളൊരു പെങ്കൊച്ചിനെയാ ചുമ്മാ പറയുന്നത്. പെന്തിക്കോസുകാർ പറയുന്നുണ്ടെങ്കിൽ വെറുതെ പറയുന്നതാ, വെറുതെ ചുമ്മാ ബെഡായി വെറുതെ പറയുന്നത്. നമ്മൾ ഉടനെ പറയുക ഇന്നടുത്ത് ഒരു പെൺകുട്ടിയുണ്ട്, നല്ല ദൈവകൃപയാ, വെളിപ്പാടും ദർശനവും അഭിഷേകവും നല്ല ആത്മനിറവും ഒക്കെ ഉള്ളതാ, സഭയിലും സാക്ഷ്യമുള്ളതാ, വീട്ടിലും സാക്ഷ്യമാ, നാട്ടിലും സാക്ഷ്യമാ, നല്ല പെൺകുട്ടിയാ, നല്ല അഭിഷേകമാ, വളരെ സൂക്ഷിച്ചും കണ്ടുപോയി സംസാരിക്കും, നല്ല പക്വതയും ശാന്തതയും തന്മയത്വവും വിധേയത്വവും വിവേകവും വകതിരിവും ഒക്കെ ഉള്ള നല്ല പെൺകുട്ടിയാ, നല്ല അഭിഷേകമാ. നമുക്കൊന്ന് ആലോചിക്കാം. നമ്മൾ ഈ ആലോചനയായിട്ട് നീ ഒന്ന് എങ്ങനെയുണ്ടാ? കുഴപ്പമില്ല, ഞങ്ങളുടെ പെൺകുട്ടിയെ ഇപ്പം ഞാൻ സഭയിലൊക്കെ സാക്ഷ്യമുള്ളതാ. പാസ്റ്റർ നല്ല സാക്ഷ്യം പറഞ്ഞു, പാസ്റ്ററുടെ അമ്മാമ്മയും നല്ല സാക്ഷ്യം പറഞ്ഞു, അയലത്തുകാർ നല്ല സാക്ഷ്യം, അത് പഠിച്ച സ്കൂളിലും കോളേജിലും അന്വേഷിച്ച നല്ല സാക്ഷ്യമാണ്, നല്ല അഭിഷേകമുള്ള. നമുക്ക് പക്ഷേ കുഴപ്പമില്ലെന്നാലും നമുക്ക് ഈ വന്ന കാലത്ത് മറ്റു ചില വിഷയങ്ങളും കൂടെ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ കുടുംബക്കാര് സമ്മതിക്കുന്നില്ല. ഞങ്ങൾക്ക് പ്രോബ്ലം ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഉണ്ടായിരിക്കുന്നത് കുടുംബക്കാര് സമ്മതിക്കുന്നില്ല. തന്നെയല്ല പിന്നെ പല വിഷയങ്ങളാ, ഫാമിലി പ്രോബ്ലം. അതാ ഞാൻ പറഞ്ഞ പെന്തിക്കോസുകാർ അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കരുത്, വെറുതെ ശുദ്ധ പോഷ്ക്ക് പറയാന്നതാ. പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ സുഖിപ്പിക്കാൻ പറയാന്നതാ, വെറുതെ പറയാന്നത്. നിങ്ങളെ അത് കണ്ടും കേട്ട് ഇളകരുത്, അങ്ങനെ ഒന്നും ചെന്ന് കയ്യും കൊടുക്കരുത്. എല്ലാം കാശും ആവശ്യമാ, കളറും ആവശ്യമാ, കുടുംബശ്രേഷ്ഠതയും ആവശ്യമാ, എല്ലാം വെറുതെ ചുമ്മാ പറയുന്നതാ. ചെല്ലു പറയുന്നുണ്ട് ഞങ്ങൾ 1 രൂപ പോലും ചോദിച്ചില്ല, അവർക്കറിയാം ഇഷ്ടം പോലെ കിട്ടുമെന്ന്. ചോദിക്കുന്ന മണ്ടത്തരവാ. അവിടെ ബുദ്ധിയുള്ളവൻ ചോദിക്കുമോ? ചോദിക്കുന്ന മണ്ടത്തരമാ. ചില വലിയ കീർവാണം അടിക്കുകയല്ലേ, ഞങ്ങളുടെ മോന്റെ കയ്യിൽ 1 രൂപ പോലും ചോദിച്ചു. അവർക്കറിയാം ചോദിച്ച അബദ്ധമാ, അവന് കൂടുതൽ തരാനാ ഇരിക്കുന്നത്. ആത്മീയം കൂടിയിട്ട് ചോദിക്കാഞ്ഞതല്ല, കൂർമ്മബുദ്ധി ഉള്ളതുകൊണ്ട് ചോദിക്കാഞ്ഞതാ. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. ഇവിടെ ആവശ്യമില്ലാത്ത ബന്ധുത ഏതാ? യഹോശാഫാത്ത് ആഗാവുമായിട്ട് സംബന്ധം കൂടി കാശ് നോക്കി കെട്ടിച്ചതാ. രണ്ട് രാജ്യത്തെ രാജാക്കന്മാരാ, യഹൂദയിലെയും ഇസ്രായേലിലെയും.
ഒന്നന്ന് കൂടോത്രവും ക്ഷുദ്രവും ആവിചാരവും മാത്രമുള്ള കുടുംബം. ഇപ്പറേ യെരൂശലേമിൽ രാജാവ് യഹോശാഫാത്ത് ബന്ധുതയൊക്കെ കൂടി കല്യാണമൊക്കെ നടത്തി. ചരിത്രം പറയുന്നത് ചെറുക്കൻ്റെ കുടലിന് ക്യാൻസർ വന്ന് ഉദരം പൊട്ടി കുടൽ വിളിയിച്ചാടി ചെറുക്കൻ മരിച്ചെന്ന ഒരു കല്യാണം ഒപ്പിച്ചതാ. ബന്ധുക്കാരനും കൂടെ ഗോൾഡിന്റെ ബിസിനസ് നടത്തിയെന്ന തർശീശിലേക്ക് ഓടാൻ കപ്പലുണ്ടാക്കി. ആ കപ്പലിനെ തമ്പുരാൻ കിഴക്കൻ കാറ്റ് കൊണ്ട് അടിച്ചങ്ങ് ഉടച്ചു. അപ്പൊ ആവശ്യമില്ലാത്ത ബന്ധുത, ആവശ്യമില്ലാത്ത ബിസിനസ് അടിച്ച് പപ്പടം പോലെ ദൈവം പൊടിക്കും. അതിന് കിഴക്കൻ കാറ്റിനെ ദൈവം ഉപയോഗിക്കുന്നത്. സ്തോത്രം. കാശും പുത്തനും ഒക്കെ നോക്കി ദൈവകൃപയെല്ലാം അന്യപ്പെടുത്തിയേച്ച് കയറി കോർത്ത് കല്യാണം കഴിച്ച് 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ ബന്ധുക്കാരനെ കാണാൻ അങ്ങോട്ട് ചെന്നു. പുള്ളി അവിടെ മട്ടൻ പുറയെല്ലാം ഒരുക്കി വെച്ച് സ്തോത്രം കൊടുത്തൊരു കാളയെയും കട്ടി ആടിനെയും കണ്ടിച്ച് ചെന്നുടനെ പുള്ളി പ്രാർത്ഥിക്കാതെ കണ്ടായിരിക്കും ചാപ്പാടങ്ങ് കഴിച്ചു. ഉടനെ തന്നെ നല്ല ശരിക്കും ഭേഷായിട്ടങ്ങ്, എൻ്റെ ഭാഷയാ, കഴിച്ച് ഏമ്പക്കം വിട്ടപ്പോൾ മറ്റേ ബന്ധുക്കാരൻ ചോദിച്ചു, ഞങ്ങൾ ശബരിയിൽ രാമോത്തിലോട്ട് പോവാ, കൂടെ വരുന്നോന്ന്. കഴിച്ചെങ്ങനെയാ വരികയല്ലെന്ന് പറയുന്നത്. പുള്ളി പറഞ്ഞാൽ എന്നാ വന്നേക്കാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഇവിടെ പ്രവാചകന്മാർ വല്ലവരും ഉണ്ടോന്ന്. ഇവിടെ അതിൻ്റെ അയ്യരുകളിയാന്ന് പറഞ്ഞു. വന്നങ്ങോട്ട് പ്രവചിക്കാൻ തുടങ്ങി. എല്ലാവരും വന്നങ്ങ് പ്രവചിക്കാം. പൊക്കോ, വിടുതലാണ്, ഇന്ന് പകലൊരു വിടുതൽ, ആമേ, വിക്ടറി, ഗ്ലോറി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കിടന്ന് അലപ്പറയുണ്ടാകും. അപ്പൊ യഹോശാഫാത്ത് യെരൂശലേമിലെ പ്രവാചകന്മാരെ കണ്ടേച്ച് നടക്കുന്ന ആളാണ്. പുള്ളി ചോദിച്ചു ഇവിടെ യഹോവയുടെ പ്രവാചകന്മാർ വല്ലവരും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആകാ പറഞ്ഞു, ഓ ഇനി ഒരുത്തനുണ്ട്, എനിക്ക് വലിയ നിർപ്പതിയൊന്നുമില്ല. അതാരാ? അത് ഇമ്ളയുടെ മകൻ മീഖായാവാ. അതിന് പുള്ളി എന്നെ പറ്റി അങ്ങനെ നല്ല കാര്യമൊന്നും പറയത്. ഈ നല്ല കാര്യം വല്ലതും ചെയ്താലില്ലയോ നല്ല കാര്യം വന്ന് ജനിച്ചപ്പം മുതൽ നാജൊപ്പിച്ച് വെച്ചിരിക്കുക. അപ്പൊ ബന്ധുക്കാരൻ പറഞ്ഞു എന്നാലും ഒന്ന് വിളിക്ക്, കേൾക്കാമല്ലോ. ഉടനെ 2 പേരെ അങ്ങോട്ട് വിട്ടേച്ച് പറഞ്ഞു, എടേ നിന്നെ പ്രവചിക്കാൻ വിളിക്കുന്ന പാലസിലോട്ട്, വലിയ ശുശ്രൂഷയാണ്, നന്നായിട്ട് ശുശ്രൂഷിച്ചോണമെന്ന് പറഞ്ഞു. ഇതുപോലൊരു അവസരം ഇനിയും വീണ് കിട്ടുകയില്ല. പാലസിലെ ശുശ്രൂഷ അല്ലാതെ അവിടെ ലക്ഷം വീട് കോളനിയുടെ അവിടെ ഒന്നുമല്ല. പാലസിൽ 2 രാജാക്കന്മാരാണ് വന്നിരിക്കുന്നത്. കുറഞ്ഞ പുള്ളിക്കാരല്ല. രാജാക്കന്മാരുടെ പരിവാരങ്ങളും അത് രാജാ സേനാംഗങ്ങളും എല്ലാം ഭയങ്കര സദസ്സാണ്. ചെന്ന് തീർത്ത് കാര്യം പറയണം. അവിടെ ചെന്ന് ഒരു കാര്യം ചെയ്യണം. മറ്റേ പ്രവാചകന്മാരെല്ലാം കൂടെ വിടുതലാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് തുള്ളുന്നത്. നീ അവിടെ ചെന്ന് ഉഴപ്പടിയൊന്നും ഒപ്പിച്ചേക്കരുത്. പുള്ളി പറഞ്ഞാൽ ദൈവം എന്നോട് പറയാം. ഇതുമ്പോൾ പുള്ളി ചോദിച്ചു, ഞങ്ങൾ പൊക്കോട്ടെ, എങ്ങനെയാന്ന് ചോദിച്ചു. അയ്യോ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ യഹോശാഫാത്തിന് മനസ്സിലായി ഇതൊരു പരുവക്കേടാണ്. പുള്ളി പറഞ്ഞ് കാര്യമായിട്ട് കാര്യം പറയാൻ. നീ അങ്ങനെ വഴിക്ക് വരാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ ദൈവസിംഹാസനം കണ്ട്, ഭൂതന്മാര് സ്വർഗസിംഹാസനമൊക്കെ കണ്ട്, ആകാവ് ശമലിൽ രാമത്തിൽ പെട്ടുപോകാൻ ആരവനെ വശീകരിക്കും? ഒരാത്മാവ് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഞാൻ വശീകരിക്കും. ഏതിനാൽ? ഞാൻ അവൻ്റെ പ്രവാചകന്മാരുടെ വായി പോഷ്കിനെ കയറ്റി വിടുമെന്ന് പറഞ്ഞു. ഈ 850 എണ്ണം കിടന്ന് അലറി കൂവി തുള്ളി നിൽക്കുന്ന എല്ലാം ബോഡ്കാന്ന് പറഞ്ഞു. അപ്പൊ ഇമ്ളയുടെ മകൻ മീഖായാവ് ഇങ്ങോട്ട് വന്ന് സ്തോത്രം സിദെക്കീയാവ് ഒരൊറ്റ അടി കൊടുത്തു. എന്നെ വിട്ട് എതിലേ കൂടെ ദൈവാത്മാവ് വന്നെന്ന് പ്രശ്നങ്ങളായി. താഴോട്ട് നിങ്ങൾ പഠിച്ച എന്തെല്ലാം വൈതരണി ഉണ്ടാക്കി. ഞാൻ ജയിച്ചു വരുന്നതിനും വരെ അകത്തോട്ട് ഇട്ടാക്കാൻ പറഞ്ഞു. അകത്തോട്ട് പോയി പള്ളിക്ക് പറഞ്ഞ മിക്കവാറും നീ വരാൻ സാധ്യതയുണ്ട്. വന്നില്ലല്ലോ. ഇവര് ബന്ധുത കൂടിയ തർശീശിലേക്ക് ഓടാൻ കപ്പലുണ്ടാക്കി. ആ കപ്പലിന് ദൈവം കിഴക്കൻ കാറ്റ് അടിച്ച് ഓടച്ചു കളഞ്ഞു. അപ്പോൾ ആവശ്യമില്ലാത്ത ബന്ധുത, ആവശ്യമില്ലാത്ത ബിസിനസ്, അതെല്ലാം ദൈവം തകർക്കും. സ്തോത്രം. കാറ്റ് ദൈവത്തിൻ്റെതാ. ഇഷ്ടമുള്ളിടത്തേക്ക് ദൈവം അതിനെ അടിപ്പിക്കും. ഇഷ്ടമുള്ളത് ദൈവം ചെയ്യിപ്പിക്കും. എബ്രഹീമിനെ പറ്റി വായിക്കുന്നത് എബ്രഹീം കാറ്റിൽ ഇഷ്ടപ്പെടുന്നെന്നാ. എബ്രഹീം കിഴക്കൻ കാറ്റിനെ ഇഷ്ടപ്പെടുന്നെന്നാ. നിങ്ങൾ 13-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. 13:15 ഹോശയ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ഞാനങ്ങ് നിർത്തുക. 13:15
അവൻ തന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഫലപുഷ്ടിയുള്ളവനായിരുന്നാലും ഒരു കിഴക്കൻ കാറ്റ് വരും. ഉറവ വറ്റിക്കുമെന്ന കിഴക്കൻ കാറ്റ് വരും. അവന്റെ ഉറവ് വറ്റി കിണർ ഉണങ്ങിപ്പോകുവാൻ തക്കവണ്ണം യഹോവയുടെ കാറ്റ് മരുഭൂമിയിൽ നിന്ന് വരും. ഉറവ വറ്റിക്കും. ഇത് മരുഭൂമിയിൽ നിന്ന് വടിക്കുന്ന ഉഷ്ണക്കാറ്റുകളാ. എബ്രായീമിനോട് ബന്ധപ്പെട്ട് പറയുക, അതിന്റെ ഉറവ ദൈവം വറ്റിച്ചു. കാരണം 12-ാം അധ്യായത്തിൽ കാറ്റിനെ ഇഷ്ടപ്പെട്ട് കിഴക്കൻ കാറ്റിനെ പിന്തുടരുന്ന അല്ലയോ? എഫ്രൈം കാറ്റിൽ ഇഷ്ടപ്പെട്ട് കിഴക്കൻ കാറ്റിനെ പിന്തുടരുന്നു. എഫ്രൈം കാറ്റിൽ ഇഷ്ടപ്പെട്ട് കിഴക്കൻ കാറ്റിനെ പിന്തുടരുന്നു. അപ്പൊ എഫ്രൈമിനെ പറ്റി പഠിക്കുമ്പോൾ ആത്മീയ സ്ഥാനത്ത് വിശ്വസ്തതയോടെ നിൽക്കാനൊരു ഗോത്രമാണ്. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം എഫ്രൈമിനെ കൊണ്ടുവന്നു. ഭാവിച്ചാൻ പ്രസംഗിച്ചപ്പോ വചനം സംസാരിച്ചപ്പോ കൈ പണച്ചു വെച്ച് അനുഗ്രഹിച്ച കാര്യം സൂചിപ്പിച്ചല്ലോ. എഫ്രൈമിനെ മനുഷ്യൻ കൈ പണച്ചു വെച്ചു. അർഹതയില്ലാത്ത സ്ഥാനത്തായി എബ്രാഹിമിനെ കൊണ്ടുവന്നത്. പക്ഷെ അവിടെ എബ്രാഹിം തന്നെ വിളിച്ച വിളിക്ക് യോഗ്യമായിട്ട് നിന്നില്ല. അതുകൊണ്ട് ദൈവം അവനെ അങ്ങ് മാറ്റുക മാത്രമല്ല, ഉറവ ദൈവം വറ്റിച്ചു കളഞ്ഞു. ഈ ദിവസങ്ങളിൽ നാം വിശ്വസ്തരായി വിശുദ്ധരായി നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ വിശ്വസ്തതയോടെ ചെയ്യുന്നെങ്കിൽ ആമേൻ, നമുക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. ഉറവ വറ്റാൻ ദൈവം അനുവദിക്കത്തില്ല. നന്മയുടെ വഴി അടയ്ക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽ നമുക്ക് ദൈവകരങ്ങളെ നമ്മെ ഒന്ന് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്.